ഹായ് ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ എൻ്റെ വീഡിയോ പന്തളത്തെ കാർണിവലിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളുമാണ്. ഇവിടെ ഒരാൾക്ക് 50 രൂപയാണ് ടിക്കറ്റ് ചാർജ്. നമ്മൾ ടിക്കറ്റ് എടുത്ത് അകത്ത് കയറുമ്പോൾ കാണുന്ന കാഴ്ച ലൈറ്റുകൾ പിടിപ്പിച്ച കുറേ മനോഹരമായ കാഴ്ചകൾ കാണാം. ഇപ്പോൾ ലൈറ്റുകൾ കൊണ്ട് പല രീതിയിൽ പല ഷേപ്പിൽ ഫ്ലവർ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇവിടെ നമുക്ക് അകത്ത് കയറുന്ന ഫോട്ടോകളൊക്കെ എടുക്കാം. അതുകൊണ്ട് ഞാനും കുഞ്ഞും ഒരുപാട് ഫോട്ടോകളൊക്കെ അകത്ത് കയറി എടുക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ അവിടെ അകത്ത് തന്നെ ഇപ്പോൾ 2 പേരും അകത്ത് ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് നമ്മൾ അകത്തോട്ട് കയറുമ്പോൾ കാണുന്ന കാഴ്ചകൾ പല ഇനത്തിലുള്ള പ്രാവുകളും അതുപോലെ പല ഇനത്തിലുള്ള പൂച്ചകൾ, കോഴികൾ, അതുപോലെ എലികൾ, അതുപോലെ ഇഗ്വാന, അങ്ങനെയുള്ള കുറേ ജീവികളെയൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പക്ഷികളും ഒക്കെ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ നമുക്ക് കാഴ്ചകൾ കണ്ടിട്ട് വരാം. അപ്പോൾ ആദ്യക്കുട്ടിന് ഇതൊക്കെ കണ്ടപ്പോൾ കുറേ സംശയങ്ങളുണ്ടായിരുന്നു. ഇതെന്തുവാ കാരണം കുഞ്ഞ് ആദ്യമായിട്ടാണ് ഇങ്ങനെ കുറേ പക്ഷികളെയൊക്കെ കാണുന്നത്. അപ്പോൾ അവൻ്റെ ചോദ്യങ്ങൾക്കെല്ലാം മറുപടിയൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇതൊക്കെ കാഴ്ചകളൊക്കെ കണ്ട് നടന്നു പോകുമായിരുന്നു. അങ്ങനെ കുറേ കോഴികൾ, അതുപോലെ പല നിറത്തിലും പല ഇനത്തിലുമുള്ള പ്രാവുകൾ, കുറേ ലവ് ബേഴ്സ്, അങ്ങനെ കുറേ പക്ഷികളുണ്ടായിരുന്നു. ധാരാളം ആൾക്കാരുണ്ടായിരുന്നു ഇതിനകത്ത് ഞങ്ങൾ കാണാൻ കയറിയപ്പോഴത്തേക്കിന്. കാരണം നമ്മളങ്ങനെ എന്നും കാണുന്നില്ല. നമ്മൾ കാണുന്ന കുറച്ച് പക്ഷികൾ അല്ലെങ്കിൽ പൂച്ചകളൊക്കെ ഉള്ളായിരുന്നു. പക്ഷെ അവിടെയൊക്കെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് ഇതിൽ തൊടരുതെന്ന്. അപ്പം ഞങ്ങൾ ഇതൊക്കെ കണ്ട് കുറേ കാണാനുണ്ടായിരുന്നു. അപ്പം ഒത്തിരി നേരം നമുക്കവിടെ നിന്ന് കാണാൻ കഴിയില്ല. കാരണം ആൾക്കാരൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമായിരുന്നു. ഞങ്ങളിങ്ങനെ കണ്ടുകെട്ട് സ്പീഡി അകത്തോട്ട് കയറി. കുറേ പൂച്ചകളൊക്കെ ഉണ്ടായിരുന്നു പല ഇനത്തിലുള്ളത്. അതൊക്കെ കണ്ട് ഇങ്ങനെ ഞങ്ങൾ അകത്തോട്ട് കയറി.
നമ്മൾ കോഴികളെയും പൂച്ചകളെയൊക്കെ കണ്ട് അകത്തോട്ട് കയറുമ്പോൾ ഒരു മസാജ് ഒക്കെ ചെയ്യുന്ന, ബോഡി മസാജ് ചെയ്യുന്ന ഒരു ഇതാണ്, ഒരു കടയാണ് അവിടെ. ആ കടയൊക്കെ കഴിഞ്ഞ് കുറേ ബുക്ക് സ്റ്റോള്, അതുപോലെ ബെഡ്ഷീറ്റ്, 3D ആനിമേഷൻ കട, സ്വീറ്റ്സ് കട, അങ്ങനെ കുറേ കടകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് കാഴ്ചകൾ കണ്ടു പോകാം. കുറേ ഗെയിംസൊക്കെ അവരവിടെ സെറ്റ് ചെയ്യുന്നതേ ഉള്ളൂ. അവർ കുറച്ചൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളൂ ഓൾറെഡി. ഇനിയും കുറേയൊക്കെ ഗെയിമുകളൊക്കെ ഉള്ളത് സെറ്റ് ചെയ്ത് വരുന്നതേ ഉള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ അകത്തോട്ട് കയറുമ്പോഴാണ് കുട്ടികൾക്ക് കളിക്കാനുള്ള കുറേ ഗെയിംസൊക്കെ കാണുന്നത്. അഞ്ഞിലൂഞ്ഞാൽ, അതുപോലെ ട്രെയിന്, പിന്നെ കുട്ടികൾക്ക് കളിക്കാത്തക്ക രീതിയിലുള്ള കുറേ ഗെയിംസൊക്കെ ഉണ്ടായിരുന്നു. കുട്ടികൾക്ക് കയറി കളിക്കാനുള്ള കാറുകൾ, ചെറിയ ട്രെയിനുകൾ, അങ്ങനെയൊക്കെ കുറേ ഗെയിംസ് ഉണ്ട്. അപ്പം നമുക്ക് കണ്ടിട്ട് വരാം. ഞാൻ ആദ്യക്കുട്ടിന് കാറിൽ കയറണമെന്ന് പറഞ്ഞു. അങ്ങനെ കാറിൽ കയറി ഇരുന്ന് കറങ്ങണമെന്ന് പറഞ്ഞു. ഭയങ്കര സന്തോഷമായി കാറിൽ കയറണമെന്ന് പറഞ്ഞപ്പോൾ. പിന്നെ അങ്ങനെ ഞാൻ കാറിൽ കയറ്റിച്ച് കാറിൽ കുറേ നേരം കറങ്ങി. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിഞ്ഞ് കുഞ്ഞാൻ പറഞ്ഞു മതി എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ഇറങ്ങി.
ഇവിടെ ഇപ്പുറത്തായിട്ട് കുറേ കുട്ടികൾ കയറി, ഇതുപോലെ തന്നെ കറങ്ങുന്ന കാറുകളൊക്കെ കയറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു വള്ളം ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് പറയുന്നുണ്ട് നമുക്കതിൽ കയറിയാവില്ലെന്ന്. പക്ഷേ എനിക്ക് ഭയങ്കര പേടിയാണ് ഗൈസ് ഇങ്ങനെയൊക്കെയുള്ള ഗൈഡിൽ ഇതൊക്കെ കയറാൻ കേട്ടോ. അതുകൊണ്ട് ഞാൻ കയറിയില്ല. ഞാൻ പറഞ്ഞു വേണ്ട, നമുക്ക് അങ്ങോട്ട് ഇനി അങ്ങ് പോവാം എന്നും പറഞ്ഞ് ഞങ്ങൾ പിന്നെ ഇങ്ങോട്ട് വന്ന് അഞ്ഞിലൂഞ്ഞാലൊക്കെ കണ്ട് പിന്നെ പെതുക്കെ ഞങ്ങളഞ്ഞ് വെളിയിലോട്ട് ഇറങ്ങി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ കാഴ്ചകൾ. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ടാറ്റാ, ബൈ ബൈ, ഗുഡ് നൈറ്റ്.